നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരി അബ്ദുൽ ഫത്താഹ് മെഹദി രംഗത്ത്. നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കി നീതി നടപ്പാക്കണമെന്നും ഇനി ഒരു ചർച്ചയ്ക്കില്ല എന്നും മെഹദി പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്നും ഫത്താഹ് മെഹദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇയാൾ പ്രോസിക്യൂഷന് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ജൂലൈ 16 വധശിക്ഷ മാറ്റിവെച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് അബ്ദുൽ ഫത്താഹ് മെഹദി പ്രോസിക്യൂഷന് കത്ത് നൽകുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിച്ച അബ്ദുൽ ഫത്താഹ് മെഹദി രംഗത്ത് വന്നിരുന്നു. ഇയാൾ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ദിയാദനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല എന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അബ്ദുൽ ഫത്താഹ് നേരത്തെയും പ്രതികരിച്ചിരുന്നു. അടുത്തിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി വാർത്തകൾ പുറത്തു വന്നപ്പോഴും വാർത്ത തെറ്റാണ് എന്നാണ് അബ്ദുൽ ഫത്താഹ് മെഹദി വ്യക്തമാക്കിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് തലാലിന്റെ സഹോദരന്റെ ഈ നടപടി. നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ്. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായ തൊടുപുഴ സ്വദേശി ടോമിയെ കല്യാണം കഴിച്ച ശേഷം 2012 നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത്. നാട്ടിൽ നൈസായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി ചെയ്തു പോന്നു. ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി ചെയ്തിരുന്നു. അതിനിടെയാണ് ഇവർ തലാൽ അബ്ദുൽ മെഹദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നതും കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും.